അപ്പോൾ എങ്ങനെയാണ് ഒരു ആലപ്പി സ്റ്റൈൽ മീൻകറിയും പിന്നീട് ചൂട് അപ്പവും കോംബോ ഇഷ്ടമാണോ നിങ്ങൾക്ക് എല്ലാവർക്കും? എങ്കിൽ നമുക്കൊരു അടിപൊളി മീൻകറിയുടെ റെസിപ്പി കണ്ടാലോ? അതിനായിട്ട് നമ്മളിവിടെ ഒരു ചട്ടിയിലേക്ക് എണ്ണ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും കൂടിയിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണേ. ഇത് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നുറുക്കിയിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് നമ്മൾ കൊച്ചുള്ളി നുറുക്കിയത് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് ബ്രൗൺ ആയതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ട പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. പിന്നീട് ഉലുവ പൊടിച്ചത്, കുരുമുളക്, മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ്. ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ആ പച്ചക്കുത്ത് മാറിയതിന് ശേഷം നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചിട്ട് നമുക്ക് ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം 4-5 കുടംപുളി സോക്ക് ചെയ്ത് അതുകൂടി ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് തള വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കഴുകി വെച്ചൊക്കെ മീൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്ത് അതൊന്ന് കുക്ക് ചെയ്തെടുക്കാവേ. ഒരു 15-20 മിനിറ്റിനുള്ളിൽ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ആലപ്പി സ്റ്റൈൽ മീൻകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെയുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോസ് റെസിപ്പീസും ഒക്കെ ആയിട്ട് ഇനിയും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. എൻ്റെ പൊന്നേ.